Hi friends, today we are going to discuss two questions of GS3. So let's begin. Faster economic growth requires increasing share of manufacturing in GDP, particularly MSMEs. Comment on the present policies of government in this regard. ഇതിൽ കോർ പാർട്ട് ഏതാണെന്നറിയോ? You know core part in this question? കോർ പാർട്ട് ആൻഡ് നോൺ കോർ പാർട്ട് ഉണ്ട്. ഒരു ആൻസർ എഴുതാൻ നേരം നമ്മൾ കോർ പാർട്ടിലും ഫോക്കസ് ചെയ്യണം, നോൺ കോർ പാർട്ടിലും ഫോക്കസ് ചെയ്യണം. അതിനകത്ത് കോർ പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം, അത് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യണം. നോൺ കോർ ആണെങ്കിൽ ജസ്റ്റ് അത് ചുമ്മാ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് കമന്റ് ഓൺ ദി പ്രസന്റ് പോളിസീസ് ഓഫ് ഗവൺമെന്റ് ഇൻ ദിസ് റിഗാർഡ് ആണ് കോർ പാർട്ട്. അപ്പൊ ഇതിനകത്ത് നോൺ കോർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് റിക്വയർസ് ഇൻക്രീസിംഗ് ഷെയർ ഓഫ് മാനുഫാക്ചറിംഗ് ഇൻ GDP, പർട്ടിക്കുലർലി MSME. അത് ജസ്റ്റ് നമ്മൾ കാണിക്കണം എങ്ങനെയാണ്. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ നേരത്ത് India is set to become a $7 trillion economy in next 5 years, and in this regard, focus on manufacturing, especially in MSME, is seen recently. ഇപ്പൊ നമ്മൾ MSME കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിങ്. അത് നമ്മൾ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ, കുറച്ചൊരു ഡാറ്റ കൊടുത്തിട്ട് ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ തന്നെ ജസ്റ്റ് ഒരു വാല്യൂ അഡീഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യണത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് MSME മാനുഫാക്ചറിങ് ഇൻ GDP ഗ്രോത്ത്. ഞാൻ പറഞ്ഞ നോൺ കോർ പാർട്ട് ജസ്റ്റ് ഒരു ഡയഗ്രാം ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അപ്പീലിംഗ് ആയിരിക്കും നോക്കുന്ന ആളുകൾക്ക്. സോ അത് നമ്മൾ നോൺ കോർ പാർട്ട് ഇങ്ങനെ എഴുതുകയാണ്. എങ്ങനെയാണ് MSME മാനുഫാക്ചറിങ് GDP ഗ്രോത്തിന് സഹായിക്കുന്നത്? സോ ഇൻക്ലൂസീവ് GDP ഗ്രോത്ത്, ബിക്കോസ് മാനുഫാക്ചറിങ് ഇൻ MSME ഈസ് ലേബർ ഇന്റൻസീവ്. ഏറ്റവും കൂടുതൽ ആളുകളെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് MSME ആണ്, എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിങ്. സോ ഇന്ത്യയുടെ ഡാറ്റ പ്രകാരം അറൌണ്ട് 11 crore പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ദിസ് ജോബ്, MSME മാനുഫാക്ചറിംഗിൽ. പിന്നെ സ്പിൽ ഓഫർ എഫക്ട് ഇൻ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ എക്കണോമിക് സെന്റർ എന്ന് പറയുന്നത് അർബൻ ഏരിയാസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഈ MSME എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലും റൂറൽ ഏരിയാസിലാണ്. സോ ഫോക്കസ് ഓൺ MSME മാനുഫാക്ചറിംഗ് ഇൻ ഇന്ത്യ വിൽ ഹെൽപ്പ് ഇൻ റൂറൽ ഗ്രോത്ത് ഓൾസോ. അതാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 65% MSME ഈസ് ഇൻ റൂറൽ ഏരിയാസ്. സോ ബെറ്റർ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്. 50% ഓഫ് മാനുഫാക്ചറിംഗ് അഥവാ എക്സ്പോർട്ട് മൊത്തം MSME-ലാണ് ചെയ്യുന്നത്. സോ ഫോക്കസ് ഓൺ MSME വിൽ ഹെൽപ്പ് ഇൻ ഓവറോൾ GDP ഗ്രോത്ത്. അത് നമ്മൾ ജസ്റ്റ് ഒരു നോൺ കോർ പാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തു ഇവാലുവേറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ കോർ പാർട്ടിലേക്ക് പോവാണ്. പോളിസീസ് ഓഫ് ഗവൺമെന്റ് ടു പ്രൊമോട്ട് മാനുഫാക്ചറിംഗ് എസ്പെഷ്യലി ഇൻ MSME. MSME-ൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മാനുഫാക്ചറിംഗും ചെയ്യുന്നുണ്ട്, MSME-നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എന്തൊക്കെ പോളിസീസ് ആണെന്ന് ഗവൺമെന്റ് പോളിസീസ് നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുവാണ്. ഏത്? ടാക്സേഷൻ പോളിസി ചേഞ്ചസ്. റീസെന്റ് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാനുഫാക്ചറിങ്, എസ്പെഷ്യലി മാനുഫാക്ചറിങ്. ബിക്കോസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജോബ് ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്. സോ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് സെക്ടറിന്റെ ടാക്സ് കുറയ്ക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാനുഫാക്ചറിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വേറെ സ്ഥലത്ത് കൂട്ടാൻ ഉപയോഗിക്കാം, പക്ഷെ കൂടുതലും മാനുഫാക്ചറിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ റാഷണലൈസേഷൻ ഓഫ് MSME സെക്ടർ. റീസെന്റ് MSME-യുടെ ബ്രാക്കറ്റ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 crore to 5 അല്ലെങ്കിൽ 10 crore വരെയുള്ളതാണ് സ്മോൾ സെക്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നുണ്ട്. അതിനാണ് റാഷണലൈസേഷൻ. പിന്നെ ഡിഫറെന്റ് ഫണ്ട്സ്, റെസിലിയന്റ് ഇന്ത്യ ഫണ്ട്, മുദ്ര ലോൺസ്, അതൊക്കെ MSME-നെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. പിന്നെ റിലീഫ് മെഷേഴ്സ്, ECLGS, ഇത് ലോൺ ഗ്യാരണ്ടി ആണ്, 3 lakh വരെ ലോൺ ഗ്യാരണ്ടി. പിന്നെ ജെം പോർട്ടലുണ്ട്, ഗവൺമെന്റിന്റെ പോർട്ടലാണ്. അതിനകത്ത് MSMEക്ക് ഗവൺമെന്റ് സെക്ടേഴ്സ് ഇല്ല, അവർക്ക് വിൽക്കാനായിട്ട് പറ്റും കുറച്ച് കാര്യങ്ങൾ. സോ റിലീഫ് മെഷേഴ്സ്, ഗ്രീവൻസ് റിഡ്രസൽ, ഇപ്പൊ ഫണ്ട് കൊടുക്കണ്ടാവില്ല കറക്റ്റ് ആയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചാമ്പ്യൻസ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീവൻസ് റിഡ്രസൽ മെഷർ ഉണ്ട്. റോൾ ഇൻ എക്സ്പോർട്ട്, സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ റീസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് പോളിസി ചെയ്തിട്ടുണ്ട് 2023-ൽ. അതിനകത്ത് MSME-നെ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഇതിനകത്ത് കമന്റ് ഓൺ ദ റീസെന്റ് പോളിസീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയണേ. അപ്പൊ കമന്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ മെഷേഴ്സ് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇത് കമന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നും കൂടെ നമ്മൾ കാണിക്കണം, പിന്നെ എന്തൊക്കെയാണ് ഫോർവേഡ് എന്നും കൂടെ കാണിക്കണം. അപ്പോൾ ഇഷ്യൂസ് ഇൻ MSME ഇൻ ഇന്ത്യ. അപ്പൊ ഈ പോളിസിയുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ടാക്സേഷൻ ഇഷ്യൂ. ഇപ്പൊ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമാണ്. അത് MSMEക്ക് ഇവർക്ക് ഇപ്പോൾ ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒന്നും ഹയർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതിന് അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലീഗൽ മെഷേഴ്സ്. ഇപ്പൊ ലീഗൽ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ലേബർ ലോസ് ഒക്കെ ഇല്ലേ, അപ്പൊ അതൊരു 20 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ലേബർ ലോസ് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അപ്സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല, അതൊരു പ്രോബ്ലം ആണ്. പിന്നെ ഫണ്ട് ഇഷ്യൂസ്. ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തതിന് 16% ഓഫ് SME ഗെറ്റ്സ് ടൈംലി ഫിനാൻസ്. ഇപ്പൊ ഞാൻ മുദ്ര ലോണിന്റെ കാര്യം പറഞ്ഞില്ലേ, കേട്ടിട്ടുണ്ടാവില്ലേ മുദ്ര ലോൺ? അത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര പ്രോസസ്സാണ് അതിന്. നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷമാണ് കിട്ടുള്ളൂ, പിന്നെ കുറെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പൊ 16% മാത്രമാണ് ടൈംലി ഫിനാൻസ് കിട്ടുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ്
ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ റൂറൽ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ 65% MSME ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോ IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പിന്നെ ബിഗ് ഡാറ്റ, 5G ടെക്നോളജി, പിന്നെ അതുകൂടാണ്ട് ആർട്ടിഫിഷ്യൽ, ഇതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് MSMEയുടെ പ്രശ്നം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഡ് എങ്ങനെയാ? വേ ഫോർവേഡ് കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റൻ, നമ്മൾ ഓൾറെഡി കുറെ എഴുതി. ഇനിയിപ്പോ അതിന്റെ കുറെ വേ ഫോർവേഡ് കൊടുക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുക്കുകയാണ്. മെഷേഴ്സ് ലൈക്ക് MSME ഗ്ലോബൽ മീറ്റ്, 1 district 1 product എക്സെട്ര ചേഞ്ചസ് ആർ കമ്മിങ്, ബട്ട് റെക്കമെൻഡേഷൻ ഓഫ് SK സിൻഹ. നമ്മൾ ഇവിടെ വാല്യൂഡേഷൻ എന്താ കൊടുത്തത്? ഈ 2 കമ്മിറ്റിയുടെ കാര്യം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്ത 2 കമ്മിറ്റി ഉണ്ട്, RBIയുടെ കമ്മിറ്റിയാണ്. ഇതിന്റെ റെക്കമെൻഡേഷൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം 7 trillion ആണ്. ഇത് ഈ റെക്കമെൻഡേഷൻ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് 10 trillion എക്കണോമി ആകാൻ പറ്റും എന്നാണ് ഞാൻ കൺക്ലൂഷനിൽ കൊണ്ടുവന്നത്. സോ ലാസ്റ്റ് ഞാൻ വാല്യൂഡേഷൻ കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. And regarding my association with Gallant IAS, in last year also I gave forest service examination as sir mentioned previously. I missed by 8 marks. So that was when I interacted with sir. I got a lot of help regarding mains preparation, regarding interview preparation. Sir helped us interact with many toppers and past year scorers, how to prepare for mains, how to prepare for interview. Those who even we got chance to interact with rank 1. So for all of that, I'm very grateful to Gallant IAS team. All those things were very helpful. Last year also I had 201 marks in the interview, and this year marks are yet not out, but I got 5th rank with Mr. And even for rest of the things, sir was always very helpful. Whenever I had any doubt, I would reach out to sir, sir I have this doubt, and he would always listen to me. What is the status of digitization in Indian economy? Examine the problems faced and suggest improvement. ഇതിനകത്ത് കോർപ്പാർട്ട് നോൺ കോർപ്പാർട്ട് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, ബിക്കോസ് ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് വാട്ട് ആർ സ്റ്റാറ്റസ് ഓഫ്, നമ്മൾ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്, ഡിജിറ്റേഷന്റെ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ പ്രോബ്ലംസും വേ ഫോർവേഡ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മറ്റേതുപോലത്തെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. മറ്റേതിനകത്ത് ഇത് വായിക്കുമ്പോൾ തന്നെ ഇത് എവിടെ എന്ത് എഴുതും എന്നുള്ളൊരു സംഭവം ഇല്ലേ. അപ്പൊ ആദ്യം ചിലപ്പോൾ ഇത് മാത്രം അങ്ങ് എഴുതി വെക്കും കുറെ പേര്, എന്നിട്ട് കമന്റ് കുറെ സ്റ്റെപ്സ് മാത്രം എഴുതും, കമന്റ് ഉണ്ടാവില്ല. എന്താണ് പ്രശ്നം, അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് എന്താ നമ്മൾ എഴുതില്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുവാണെങ്കിൽ വാട്ട് ഇസ് ദ സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൈസേഷൻ ഇൻ ഇന്ത്യൻ എക്കണോമി, എക്സാമിൻ ദ പ്രോബ്ലം ഫേസ്ഡ് ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കണ എന്താ, ഡിജിറ്റൽ ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ പറയണത്, ഡിജിറ്റൽ ഇന്ത്യ എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ അത് തന്നെ കൊടുത്തു. ഡിജിറ്റൽ ഇന്ത്യ സെറ്റ് digital revolution in Indian, especially in the economy in which UPI transaction is about to reach 1 billion per day by 2026-2027. എങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ഡാറ്റ കൊടുത്തിട്ട് വാല്യൂഡേഷൻ ചെയ്തു. ഡിജിറ്റൽ കണക്റ്റഡ് അല്ലേ, ഇത് ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് കണക്റ്റഡ് ആണ്, ഡിജിറ്റൽ ആയിട്ടുള്ള കണക്റ്റഡ് ആണ്, എക്കണോമി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ ചോദിച്ചേക്കണം എന്താ സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൈസേഷൻ ഇൻ ഇന്ത്യൻ എക്കണോമി. അതിനകത്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ ഇപ്പോൾ ജാം ട്രിനിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ, ജൻധൻ ആധാർ മൊബൈൽ, ഇതാണ് ജാം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മുടെ റീസെന്റ് ഇപ്പൊ 2016 പോളിസി കൊണ്ടിട്ട് ഏകദേശം 47 crore പീപ്പിളിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അഡീഷണൽ ആയിട്ട്, അത് നമ്മൾ പറയുന്നു. പിന്നെ ഇംപ്രൂവ്ഡ് സോഷ്യൽ എലമെന്റ് ഓഫ് എക്കണോമി. ഇപ്പൊ ഡിജിറ്റൈസേഷൻ ഇൻ എക്കണോമി കൊണ്ടിട്ട് തന്നെ സോഷ്യൽ എലമെന്റും വർദ്ധിച്ചു. എങ്ങനെ വുമൻസിനും ഫാമേഴ്സിന് എൽഡർലി ഏജസിനൊക്കെ ഇവർക്കൊക്കെ ഡയറക്ട്ലി നമ്മൾ കൊടുക്കുവാണ് ഫണ്ട്, ഡിജിറ്റൽ വഴിയിട്ട്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴിയാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ എലമെന്റ് നമ്മൾ കൂട്ടുകയാണ്. പിന്നെ ഇ കൊമേഴ്സ് റൂളിംഗ് ലൈക്ക് അബൌട്ട് ദ വാല്യൂ വിൽ ടച്ച് അബൌട്ട് ഈ പറഞ്ഞ 175 billion 2025 എത്തുമ്പോഴത്തേനും എത്തും ഇ കൊമേഴ്സിന്റെ. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എക്കണോമിക് സർവേ 2023 പറയുന്നുണ്ട് അബൌട്ട് 70% ഓഫ് ജോബ് ആഫ്റ്റർ കോവിഡ് ഈ ഗിഗ് എക്കണോമി ഇല്ലേ, ഡിജിറ്റൽ ഗിഗ് എക്കണോമിയിലാണ് ഉണ്ടായിരിക്കണേ. എങ്ങനെ സ്വിഗ്ഗി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ. ദെൻ ഇംപ്രൂവിങ് ഫാമിങ്ങിന്റെ അകത്ത് ഒരുപാട് സ്റ്റാർട്ടപ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ വഴി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അതിനകത്ത് നിഞ്ചാക്കാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അവര് ഫാമേഴ്സിന്റെ ഓരോ എങ്ങനെയാണ് ഇൻപുട്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഏത് സമയത്താണ് ഹാർവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രൊഡ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നിഞ്ചാക്കാട്ട്. പിന്നെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഡിജിറ്റൽ ഗ്യാപ്സ്, 33% വുമൺ മാത്രമാണ് ഡിജിറ്റൽ ലിറ്ററസി ഉള്ളൂ. പിന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതിവിടെ വേണേ എഴുതാം. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നം കൂടെ എഴുതാം. ഡിജിറ്റൽ ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഡിജിറ്റൽ ലിറ്ററസി ആസ് വെൽ ആസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ്, 4 billion ലോസ്റ്റ് ഇൻ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2023 ഡ്യൂ ടു സൈബർ അറ്റാക്സ്. പുവർ ഗവർണൻസ്, ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ 47 crore ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട് അഡീഷണൽ ആയിട്ട്, പക്ഷെ എല്ലാം ഡോർമെന്റ് ആണ്. അബൌട്ട് 70% ഓഫ് ദം ആർ ഡോർമെന്റ്. യൂസ് ചെയ്യുന്നില്ല ആളുകൾ. ഫണ്ട് ഇവർക്ക് കിട്ടണുണ്ട്, പക്ഷെ
ഇവരത് എടുക്കണോ, ചിലർ എടുക്കില്ല, ചിലർ യൂസ് ചെയ്യില്ല, വെറുതെ ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുള്ളൂ, അവർ വേറെ ഒന്നിനും ഉപയോഗിക്കണില്ല. ഫിയർ ഓഫ് ജോബ് ലോസ്. ഈ ഡിജിറ്റൽ എക്കണോമി കൊണ്ടിട്ട് തന്നെ കുറെ ജോബ് ലോസിന്റെ പ്രശ്നങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് പത്രത്തിൽ വായിക്കണതാണ്. ജോബ് സെക്യൂരിറ്റി, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ. ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോ ഊബർ ഓടിക്കുന്നവർക്കായാലും സ്വിഗ്ഗി ഓടുന്നവർക്കായാലും ഇവർക്കൊന്നും ജോബ് സെക്യൂരിറ്റി ഇല്ല. അപ്പൊ അത് ഡിജിറ്റൽ എക്കണോമിയുടെ ഒരു പ്രശ്നമാണ്. ഇതിന് എന്താ ഇംപ്രൂവ് വേ ഫോർവേഡ്? സൈബർ സെക്യൂരിറ്റി എഫേർട്സ്, സൈബർ ഫെഡറലിസം ആസ് വെൽ ആസ് ഗ്ലോബൽ എഫേർട്സ്. സൈബർ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രും പിന്നെ ഓരോ സ്റ്റേറ്റ്സും തമ്മിൽ കോർഡിനേറ്റ് ചെയ്താലാണ് ഈ ഇവിടെയുള്ള, കാരണം സൈബർ എന്ന് പറഞ്ഞത് ഒരു ഡൊമൈനിൽ മാത്രമുള്ളല്ല, എല്ലാ ഇന്ത്യയിൽ മൊത്തം പിന്നെ ഗ്ലോബൽ ആയിട്ടുള്ള എഫേർട്ട് ഉണ്ട്. അതിനകത്ത് ഒസാക്ക ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. 2021 ജപ്പാനിൽ നടന്നൊരു എഫേർട്ടാണ് ഡിജിറ്റൽ സെക്യൂരിറ്റിനെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത്. പിന്നെ ന്യൂ ലെജിസ്ലേഷൻ ലൈക്ക് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ, ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഫാസ്റ്റർ കംപ്ലീഷൻ ഓഫ് ഭാരത് നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, അത് ഫാസ്റ്റർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രോപ്പർ ട്രെയിനിങ്. TCS അഡോപ്റ്റഡ് വില്ലേജ് ഇൻ കേരള ടു പ്രൊമോട്ട് ഡിജിറ്റൽ ഫാമിംഗ്. ഡിജിറ്റൽ ഫാമിങ്ങിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് എ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് CSR-ൽ. CSR എന്ന് കേട്ടിട്ടുണ്ടോ? CSR പ്രൊവിഷൻസ്. അതിനകത്ത് നമ്മളിപ്പോ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റിന്. അപ്പൊ അതിനകത്ത് TCS ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫാമിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിജിറ്റൈസേഷൻ ഓഫ് എക്കണോമി ഈസ് പാരമൗണ്ട് ഫോർ എക്കണോമിക് ഗ്രോത്ത്, ബട്ട് പ്രോപ്പർ സേഫ് ഗാർഡ് ഈസ് നീഡഡ് ടു എൻഷുർ വികസിത് ഭാരത് 2047. ഓക്കെ, അപ്പൊ അതൊരു കൺക്ലൂഷൻ ആയിട്ട് കൊടുത്തു. ഇത്രയുള്ളൂ സംസാരിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.